അഖിൽ ബ്രോ നമസ്കാരം. ഇതിപ്പം ഇറങ്ങിയിട്ട് എത്രയായി ഓർബിറ്റർ? നമുക്കിപ്പോൾ കോഴിക്കോടേക്ക് ലോഞ്ച് ചെയ്ത് 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ. 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ അല്ലേ? നമുക്ക് കൂടുതൽ ഇങ്ങനെ ഒരുപാട് വാരി വലിച്ച് നീട്ടി ബോറടിപ്പിക്കണ്ട. പെട്ടെന്ന് ടെക്നിക്കൽ സ്പെക്സും വണ്ടിയുടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കാം. തീർച്ചയായും. അപ്പം ഇതിന്റെ ബാറ്ററി പാക്ക് കാര്യങ്ങളാണ്, എത്ര kWh ബാറ്ററിയാണ്, എത്ര റേഞ്ച് കിട്ടും, മോട്ടോർ പവർ, ചാർജിങ് ടൈം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കാര്യമായിട്ട് അറിയേണ്ടത്. അതേപോലെ ഇതിന്റെ വാറണ്ടിയും വിലയും അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഓക്കെ. ഇത് നമുക്ക് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.1 ആണ് കിലോവാട്ട് ബാറ്ററി വരിക. 3.1 kWh ആണ് ലിഥിയം അയൺ ബാറ്ററി. ഓക്കെ. അതിന്റെ കൂടെ തന്നെ ചാർജിങ് ടൈം വരികയാണെന്ന് പറഞ്ഞാൽ 20 to 80%, 4 hours 10 minutes ആണ്. 20 മുതൽ 80 വരെ. അതെന്താ അങ്ങനെ പറയാം നിങ്ങൾ? അത് കമ്പനി ഇപ്പോൾ ഏതൊരു കമ്പനി 0 to 20 ഒരു കുറച്ച് സമയം എടുക്കും ചാർജിങ്ങിന്, ഫുൾ ഡ്രൈന്ന് എത്താൻ വേണ്ടി. അതിനെ കൊണ്ടാണ് കമ്പനി 20 മുതൽ 80% ആകുമ്പോൾ 4 മണിക്കൂർ 10 മിനിറ്റിനെ കൊണ്ട് ചാർജ് ആവും. പക്ഷേ 0 മുതൽ 100% വരെ ചാർജ് ചെയ്യാൻ 5.5 മണിക്കൂറിൻ്റെ അടുത്ത്. 5.5 മണിക്കൂർ. ഓക്കെ. ഫുൾ ചാർജ് ആവും. അതേപോലെ ഒരു ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എത്ര കിലോമീറ്റർ ഓടാൻ പറ്റും? നമുക്കിത് 120, 158 IDC കമ്പനി പറഞ്ഞത്. 115 to 120 കിലോമീറ്റർ വരെ സുഖമായിട്ട് ഓടാം അല്ലേ? റേഞ്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. 120 വരെ ഓടാൻ പറ്റും. എനിക്ക് ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വണ്ടി വിട്ട് തരുമല്ലേ? ഓ തീർച്ചയായും തരാം. നമുക്ക് ഏകദേശം എത്ര കിട്ടുന്നുണ്ടെന്ന് അറിയാൻ നിങ്ങൾക്ക് തന്നെ ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് എത്ര വരുന്നുണ്ടെന്നുള്ള കസ്റ്റമർ വ്യൂവേഴ്സിന് കാണിച്ചു കൊടുക്കും. അതേപോലെ ഇതിന്റെ മോട്ടോർ പവർ ഒക്കെ എത്രയാ? ഇപ്പോൾ മോട്ടോർ പവർ 2.4 ആണ് പീക്ക് പവർ പറയുന്നത്. മോട്ടോർ 2.4 പീക്ക് പവർ ആണ്. അപ്പൊ നോമിനൽ പവർ കുറച്ച് കുറവായിരിക്കും. അപ്പൊ നമുക്കൊരു കയറ്റം 2 ആൾ വെച്ചിട്ട് കയറ്റൊക്കെ കയറുമോ? ഇത് 2 ആൾ വെച്ചിട്ട് കയറുന്നുണ്ട്. നമ്മളൊരു 130 കിലോ വരെ ആണ് കയറ്റി നോക്കിയത്. നമുക്കൊന്ന് 2 ആൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അഖിൽ ബ്രോ, നമുക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു കയറ്റം ഇതല്ലേ? അതെ, ഇവിടെ തന്നെ. ഇത് ഇറക്കാണ്. നമുക്ക് താഴത്ത് പോയിട്ട് കയറ്റി നോക്കാം. കയറ്റി നോക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തണം കയറ്റത്തിന്റെ. തീർച്ചയായും. എന്നിട്ട് ഒന്ന് 2 പേര് വെച്ചിട്ട് കയറ്റി നോക്കാം. ഒരാളായിട്ട് ഈസി ആയിട്ട് കയറും. ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2.4 കിലോവാട്ട് പീക്ക് പവർ അല്ലേ? അതെ. അപ്പം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയറുമെന്നൊരു സംശയം. അപ്പൊ ആൾക്കാർക്ക് തീർച്ചയായിട്ടും അറിയണം. ക്ലിയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് 2 ആൾ വെച്ചിട്ട് തന്നെ കയറ്റം കയറ്റി നോക്കാം. എന്തായാലും നിങ്ങൾ ഓടിക്കാം. ഞാൻ ഓടിക്കാം. അത് അത്യാവശ്യം നല്ലൊരു കയറ്റാണ്. നിങ്ങൾ ഞാൻ പറയുന്ന ഇവിടെ നിന്ന് നിർത്തണേ. ഓക്കെ. അവിടെ നിർത്തിക്കാം. ഓക്കെ. കയറ്റത്തിലാണ്. അത്യാവശ്യം നല്ലൊരു കയറ്റാണ്. ഇനി അത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും? പറ്റും. മുന്നോട്ട് തന്നെ എടുക്കാം. നിങ്ങൾ ഒരു മിനിറ്റ് ഇതൊന്ന് കാണിച്ച, മറ്റേ മതിലിൻ്റെ ആ ഒരു സ്റ്റെപ്സ് ഒന്ന് കാണിച്ച, ആ കയറ്റത്തിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവാൻ, അല്ലെങ്കിൽ വീഡിയോയിൽ മനസ്സിലാവില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കയറ്റാണ്. ഒരുപാട് വലുതല്ല, ചെറുതുമല്ല. അത്യാവശ്യം വലിയൊരു കയറ്റം തന്നെയാണ്. കമോൺ. ഓക്കെ. ക്ലോസ് ത്രോട്ടിൽ. ഓക്കെ. കയറുന്നില്ലേ? കയറിയാണല്ലോടാ. പുഷ്യാണോ? പുഷ്യുണ്ട്. നിങ്ങളൊന്ന് കയറ്റി വെക്ക്. കയറുന്നുണ്ട്. വശങ്ങൾ 2 ആള് പ്രശ്നമാണ്. ഇടയ്ക്കൊന്ന് കയറിയാ. നിങ്ങൾ എത്ര കിലോ ഉണ്ട്? അതുകൊണ്ട് കട്ട് ചെയ്തോ? ഞാൻ സോറി. ഓക്കെ. നിങ്ങൾ എത്ര കിലോ ഉണ്ട്? 65. ഞാൻ 70. ഞാൻ 70 ആണ്. അപ്പൊ 5 കിലോന്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഇത് കയറുന്നുണ്ട്. ഓക്കെ. ലേശം കൂടി ബാക്കോട്ട് ആയിരിക്കും. ഓക്കെ. ഒന്ന് കയറ്റിക്കാം. ഇതിൻ്റെ ഹിൽ ഹോൾഡ് വർക്ക് ചെയ്യില്ലടാ. നിങ്ങളൊന്ന് ഇറങ്ങിക്കോ ബ്രോ. ഒന്ന് ഇറങ്ങിയാ. ഇനി എടുത്തേ. ഇവിടെ നിന്ന് കയറി. ഓക്കെ. ഈ ഒരു പോയിന്റ് ഒന്ന് കയറി പോകുന്നുണ്ടല്ലേ? പോകുന്നുണ്ട്. ഓക്കെ. ചില സ്ഥലത്തുനിന്ന് കയറി പോകുന്നുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ് 2 ആൾ വെച്ചിട്ട്. എന്തായാലും അഖിൽ ബ്രോന്റെ ആഗ്രഹപ്രകാരം നമ്മൾ ഒന്നും കൂടി ട്രൈ ചെയ്യാൻ പോവാണ്. എന്താ ചെയ്യണ്ട? ഒന്നും കൂടി ട്രൈ ചെയ്യണം. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. പോട്ടെ.
അവിടുന്ന് കയറും. അവിടെ നിന്ന് കയറും അല്ലേ? ഇത് കുറച്ച് കയറ്റം ഹെവിയാണ് അല്ലേ? ഒന്ന് ഇറങ്ങടാ. കയറിയ ഒരാൾ വെച്ചിട്ട് ഈസി ആയിട്ട് കയറുന്നുണ്ട് അല്ലേ? കയറുന്നുണ്ട്. ഒരു പോയിന്റ് വെച്ചാലും കറക്റ്റ്. ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്ക്. അവിടെ നിന്ന് കയറിപ്പോയി അല്ലേ? കയറി പോകുന്നുണ്ട്. അത് ഇവിടെ കുഴപ്പമില്ല, അവിടെ കുറച്ചും കൂടി പീക്കാണ്. ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഫ്ലാറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് കയറിപ്പോയി. നമ്മളവിടെ അഭയം വന്നിട്ടുണ്ട്, വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം പുള്ളിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. നിങ്ങൾ ബാക്കിലിരിക്കും. അഖിൽ ബ്രോ ബാക്കിലിരുന്നിട്ടുണ്ട്. കയറുന്നുണ്ട് അല്ലേ? ഓക്കെ, ഒരുപക്ഷെ ഓരോരുത്തരെ റൈഡിങ് സ്റ്റൈലിൻ്റെ ഒരു വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ബോക്സി ഡിസൈനാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. പൂർണ്ണമായിട്ടും ഡിസൈൻ നല്ലൊരു രീതിയിൽ മാറ്റിയിട്ടുണ്ട്. എയറോഡൈനാമിക്കാണ്, അതിൻ്റെ കൂടെ തന്നെ ബോക്സി ഡിസൈനും കൂടാണ്. എയറോഡൈനാമിക് അതിനെ കൊണ്ട് തന്നെ ഒരു 10% അധികം റേഞ്ച് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് തന്നെ ഫാമിലി യൂസ്, ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം സ്പേസ് കാര്യങ്ങൾ. ഇപ്പോൾ ഏകദേശം 34 ലിറ്ററാണ് ഫുഡ് സ്പേസ് വരിക. 34 ലിറ്റർ വരും. നല്ല നീളമുണ്ട്, പക്ഷേ ഡെപ്ത് ഇല്ല, കുറച്ച് കുറവാണ്. അപ്പോൾ എനിക്ക് വന്ന ഹാഫ് ഫേസ് ഹെൽമെറ്റ് വെക്കാം. ഹാഫ് ഫേസ് ഹെൽമെറ്റ് സുഖമായി. ഫുൾ ഫേസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. കമ്പനി കൊടുക്കുന്ന ഒരു ഫുൾ ഫേസ് ആണെങ്കിൽ നമുക്ക് കൊള്ളും. പക്ഷേ കമ്പനി ഫുൾ ഫേസ് കൊടുക്കുന്നില്ലല്ലോ. വരുന്നുണ്ട് കമ്പനി വരുന്നുണ്ട്. ഓക്കെ. പുറത്തുനിന്ന് ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വെക്കാൻ. ഇല്ലാത്തൊരു ഹാഫ് സൈസോ ഒരു ഫുൾ സൈസോ സുഖമായിട്ട് കൊള്ളും. എന്തായാലും നല്ല നീളമുണ്ട്. നമുക്കൊരു ഷട്ടിൽ ബാറ്റും ഒക്കെ സുഖമായിട്ട് കൊള്ളും. അതിൻ്റെ കൂടെ തന്നെ ചാർജിങ് കാര്യങ്ങൾ ഇപ്പോൾ കമ്പനി നമ്മൾക്ക് IQവിൽ വന്നിട്ടുള്ളത് ബൂട്ട് സ്പേസിൻ്റെ ഉള്ളിലായിരുന്നു മൊബൈൽ ചാർജിങ്. അത് പൂർണ്ണമായിട്ട് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ തന്നെയാണ് വരുന്നത്. മൊബൈൽ എവിടെ വെക്കാൻ പറ്റും? മൊബൈൽ ഇതാ ഗ്ലോ ബോക്സ് ഫ്രണ്ടിൽ കൊടുത്തു. അതിന് കുറച്ച് ഹൈറ്റ് കുറവാണല്ലോ. ഹൈറ്റ് നമുക്ക് ഇങ്ങനെയല്ല. ഇപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഇങ്ങനെ വിടുമ്പോൾ വണ്ടി 2 ചാട്ടം ചിലപ്പോൾ പുറത്തേക്ക് തെറിക്കുന്നു എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞതിനെ കൊണ്ട് കമ്പനി തന്നെ മാറ്റിയതാണ്. ഇങ്ങനെ ചെരിച്ച് വെച്ചിട്ടുണ്ടെന്നാണ്, പിന്നെ പുറത്തേക്ക് വരില്ല. എടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇല്ല. അത് കമ്പനി നമുക്ക് IQവിലൊന്നും ഗ്ലോ ബോക്സ് ഫ്രണ്ടിൽ വന്നിട്ടില്ല. നമ്മൾ ചാർജിങ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്, ഗ്ലോ ബോക്സ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ചാർജ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻസ് ഇല്ലല്ലോ. ഫാസ്റ്റ് ചാർജിങ് ഇല്ല, നോർമൽ ചാർജിങ് ആണ് വരുന്നത്. അവിടെ തന്നെ പിന്നെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ AOS ആണ് കീ സെറ്റ് വരുന്നത്. നമുക്ക് മറ്റേ IQവിലാവുമ്പോൾ സൈഡിൽ നിന്ന് വേണമായിരുന്നു ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാം. ഒക്കെ നമ്മൾ ജൂപ്പിറ്ററിലൊക്കെ ഉള്ള പോലെ തന്നെ ഓപ്പൺ ചെയ്യാം. ഫ്രണ്ടിൽ തന്നെ ഫുള്ള് ഹാൻഡിൽ ചെയ്യാം. ഇവിടെ ഒരു ഹാങ്ങർ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. 90/80/14 ഇഞ്ചസ് ആണ് ഫ്രണ്ട് വരുന്നത് അല്ലേ? ബാക്കിൽ 90/90/12 ഇഞ്ചസ് ആണ് അല്ലേ? ഇതിൽ പിന്നെ അത്യാവശ്യം വലിയൊരു സീറ്റ് തന്നെയാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. നല്ല ലെങ്ത് ഉണ്ട്. ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇരിക്കാൻ പറ്റുന്ന ലെങ്ത്തില്ല. 845 mm ആണ് സീറ്റ് ലെങ്ത് വരിക. 165 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ മെയിനായിട്ട് വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്യൂബ് ചേസസ് ആണ് കൊടുത്തിട്ടുള്ള കമ്പനി. ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ വേറൊരു ട്യൂബ് വരുന്ന രീതിയിലുള്ള ഒരു ചേസസ് ആണ്. കുറച്ചും കൂടെ സ്ട്രോങ്ങസ്റ്റ് ചേസ്, നല്ല സ്ട്രോങ്ങിലാണ് ചേസ് വരുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ ചാർജിങ് ടൈമിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അന്നപ്പം ഈ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, അതായത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ചാർജറിന്റെ എത്ര വാട്ട്സ് ചാർജറാണ്? 650 വാട്ടിൻ്റെ ആണ് ചാർജർ വരിക. 650, അതായത് IQവിനെ പോലെ തന്നെ അല്ലേ? IQ 950 വരുന്നുണ്ട്. ST വരുമ്പോൾ 950 ആണ് വരിക. 650 ആണ് വരുന്നത്. ഇതിൽ 650 വാട്ടാണ് വരുന്നത്. അതേപോലെ ഇനി നമുക്ക് കാര്യമായിട്ട് അറിയാനുള്ളത് വണ്ടീൻ്റെ വാറണ്ടി, അതുപോലെ തന്നെ വണ്ടിയുടെ വില. ഓൺ ദ റോഡ് പ്രൈസ് പറയണേ. ഓൺ ദ റോഡ് വരുന്നത് ഇപ്പോൾ നമുക്ക് 1,22,000 കറക്റ്റ് വരുന്നത്. ടോപ്പ് എൻഡ് മോഡൽ, അല്ല, ഒറ്റ വേരിയന്റ് ഓർബിറ്ററിൽ വരുന്നുള്ളൂ. അതിന് 1,22 ആണ്. V2 എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. 1,22 ഓൺ റോഡ് വരും. അല്ല, വാറണ്ടി ഇപ്പം ഇൻബിൽറ്റ് നമുക്ക് IQ കൊടുത്ത പോലെ തന്നെ 3 ഇയർ 50,000 കിലോമീറ്റർ ആണ് വാറണ്ടി ഇൻബിൽറ്റ് കമ്പനി കൊടുക്കുന്നത്. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് 5 വർഷം 70,000 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് വാറണ്ടി ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര രൂപ കൊടുക്കണം? അതിൽ നമുക്ക് IQവിൻ്റെ ചാർജ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ബാറ്ററിക്ക് മാത്രമായിട്ടും ചെയ്യാം, ഓൾ പാർട്സ് ആയിട്ടും ചെയ്യാം. അതിൽ ബാറ്ററിക്ക് മാത്രമാകുമ്പോൾ 6,000 വരും. എല്ലാ പാർട്സും കൂടെ ചെയ്യുമ്പോൾ ബാറ്ററി, മോട്ടോർ, ചാർജർ ഒക്കെ കൂടെ ചെയ്യുമ്പോൾ ഏകദേശം 8,000 വരും. അതേപോലെ എനിക്ക് 1-2 കാര്യങ്ങൾ ഈ വണ്ടിയെ പറ്റി പറയാനുണ്ട് കേട്ടോ. ഇതൊരു ഫാമിലി സിറ്റി സ്കൂട്ടർ ആണെന്നാണ് മൊത്തത്തിലുള്ള സ്പെക്സ് നോക്കിയപ്പോഴും ഈ വണ്ടി ഓടിച്ച് നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായത്. ഓർബിറ്ററിൻ്റെ ഈ ഒരു ഡിസൈന് പിള്ളേർക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടേക്കാം, പക്ഷേ അവർക്ക് ഇതിൻ്റെ പവറും പെർഫോമൻസും ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയിപ്പം കുറച്ചധികം മുതിർന്നവരാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും കാര്യങ്ങൾ. അവർക്ക് ഈ പവറും പെർഫോമൻസും ധാരാളം മതിയാവും സിറ്റിയിൽ ഓടിക്കാൻ. പക്ഷേ ഈ ഡിസൈൻ അവർക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവായിരിക്കും. ഒരു മിഡിൽ ഏജ്ഡ് ഫാമിലിക്ക് ഇത് സ്യൂട്ടബിൾ ആയിരിക്കുമെന്നാണ്
എനിക്ക് തോന്നുന്നത്. എന്തായാലും വലിയ കയറ്റങ്ങളുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ മലയോര പ്രദേശത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ അവർക്ക് ടി വി എസിൻ്റെ വണ്ടി തന്നെ നിർബന്ധമായും വേണമെന്നുണ്ടെങ്കിൽ അതിന് ഐക്യൂബ് തന്നെയായിരിക്കും നല്ലത്. പിന്നെ ഐക്യൂബുമായി താരതമ്യപ്പെടുത്തുമ്പം ഓർബിറ്ററിൻ്റെ സസ്പെൻഷൻ അത്ര സ്മൂത്ത് അല്ല കേട്ടോ. അതായത് ഐക്യൂബിൻ്റെ അത്ര സ്മൂത്ത് അല്ല, കുറച്ച് സ്റ്റിഫാണ്. പിന്നെ ഈ വണ്ടിക്ക് നിങ്ങൾ വീഡിയോ കണ്ടല്ലോ, പവറും പെർഫോമൻസും ലേശം കുറവാണ്. പക്ഷേ ഇത് സിറ്റിയിൽ ഓക്കെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ റേഞ്ച് അതൊരു 110-120 കിലോമീറ്ററിനടുത്ത് കിട്ടേണ്ടതാണ്. പിന്നെ ഇതെല്ലാം നമ്മുടെ റൈഡിങ് സ്റ്റൈല് പോലെ ഇരിക്കും. എന്തായാലും വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായിട്ടും ടെസ്റ്റ് റൈഡ് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കുക. എന്തായാലും അഖിൽ ബ്രോ, നിങ്ങളുടെ വാല്യുബിൾ സമയം തന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാം.